കഷ്ടപ്പാടുകൾ സഹിച്ച് അമ്മ വളർത്തിയ കുട്ടി, ആഡംബര വീടും ഓടിക്കാറും, കോടികൾ ആസ്തിയുള്ള തരിണി. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നാണ് മലയാളിയായ കാളിദാസ് ജയറാം തന്റെ വധുവായ തരിണി കലിംഗരായരെ കണ്ടെത്തിയത്. മലയാളിയാണെങ്കിലും ചെന്നൈയിൽ വളർന്ന കാളിദാസിന് ഏറെ അടുപ്പവും തമിഴ്നാടുമായാണ്. അതുതന്നെയാണ് തരിണിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് എത്തിച്ചതും. പേരിലുള്ളതുപോലെ തന്നെ ചെന്നൈയിലെ പ്രശസ്തരായ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് തരിണി. ചെന്നൈയിലെ ഭവൻസ് രാജാജി വിദ്യാശ്രമം എന്ന സ്കൂളിലായിരുന്നു തരിണിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് MOP വൈഷ്ണവ് കോളേജ് ഫോർ വിമണിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും കരസ്ഥമാക്കി. പഠിക്കുന്ന സമയത്ത് തന്നെ മോഡലിംഗ് ആണ് തന്റെ വഴിയെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. 16-ാം വയസ്സിൽ മോഡലായി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി. കോളേജ് പഠനത്തിനിടയിൽ മറ്റൊരു ഇഷ്ടമേഖലയായ ചലച്ചിത്ര നിർമ്മാണവും പഠിച്ചു. 2021 മിസ് ദിവ മത്സരത്തിൽ 3ാം റണ്ണറപ്പ് ആയതോടെയാണ് തരിണി ശ്രദ്ധിക്കപ്പെട്ടത്. കൂടാതെ മിസ് തമിഴ്നാട്, മിസ് സൗത്ത് ഇന്ത്യ, ഫസ്റ്റ് റണ്ണറപ്പ് തുടങ്ങിയ കിരീടങ്ങളും അവർ നേടി. 2022 മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും തരിണി പങ്കെടുത്തിരുന്നു. തികച്ചും വെല്ലുവിളി നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു തരിണിയുടേതെന്നും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അമ്മ തരിണിയെയും സഹോദരിയെയും വളർത്തിയതെന്നും പിങ്ക് വില്ലയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഒഴിവു സമയങ്ങളിൽ നീലഗിരിയിലുള്ള മുത്തച്ഛന്റെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം സമയം ചെലവഴിക്കാനാണ് ഇഷ്ടമെന്ന് തരിണി നേരത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്ന തരിണിയുടെ മുത്തച്ഛൻ രാജ്യസഭാംഗം കൂടിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോഡലിംഗിന് പുറമെ പരസ്യ ചിത്രങ്ങൾ, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ തരിണി സമ്പാദിക്കുന്നു. ചെന്നൈയിൽ ആഡംബര വീടും ഓടിക്കാറും തരിണിക്ക് സ്വന്തമായുണ്ടെന്നും പിങ്ക് വില്ലയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2022 വീട്ടിലെ ഓണാഘോഷത്തിനിടെ എടുത്ത ചിത്രം കാളിദാസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അതിൽ കുടുംബത്തോടൊപ്പം തരിണിയുമുണ്ടായിരുന്നു. ഇതോടെ ആ പെൺകുട്ടി ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ. പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ തരിണിക്കൊപ്പം ദുബായിൽ അവധിക്കാലം ചെലവഴിക്കുന്ന ചിത്രങ്ങൾ കാളിദാസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇതോടെ ഇരുവരും തമ്മിലുള്ള പ്രണയം സ്ഥിരീകരിക്കുകയായിരുന്നു.